നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനതല പട്ടയ വിതരണം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജനങ്ങളോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന ഭരണാധികാരികളായിരുന്നു ഇന്ദിരാഗാന്ധിയും വല്ലഭായ് പട്ടേലും ഉമ്മൻചാണ്ടിയും എന്ന് തേറുമിൽ രാമകൃഷ്ണൻ. പുത്തൂർ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയായ ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ 1349 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. സംസ്ഥാനതല പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 10,002 പുതിയ പട്ടണങ്ങൾ സംസ്ഥാനത്തിൽ ഉടനീളം വിതരണം ചെയ്തതായി മന്ത്രി അറിയിച്ചു. ഇതോടെ സർക്കാരിന് ഇതുവരെ 2,33,947 കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കാൻ സാധിച്ചു. ഭൂമിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അടുത്തയാഴ്ച പ്രസിദ്ധീകരിക്കും. ഇന്നലെ നടന്ന പട്ടയമേളയുടെ ഭാഗമായി തൃശൂരിൽ 1349 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ സംസ്ഥാനതല ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA യുടെ അധ്യക്ഷതയിൽ പി ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MLA മാരായ സനീഷ് കുമാർ ജോസഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, ലാൻഡ് ബോർഡ് സെക്രട്ടറി സബിൻ സമീത്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ അധ്യക്ഷർ എന്നിവർ പങ്കെടുത്തു. എരുമേലി തെക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. പട്ടയത്തിന് വിതരണത്തിന് വിധേയമാവുകയാണ്. കോട്ടയം ജില്ലയിലെ പമ്പാവാലി, ഏഞ്ചൽ വാലി എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായിട്ടുള്ള കൊല്ലമുള വില്ലേജിനെ കൃത്യമായ അതിർത്തി ഡിമാർക്കറ്റ് ചെയ്യപ്പെട്ട് ആരാണോ പട്ടയം കൊടുക്കാൻ അധികാരികപ്പെട്ട തഹസിൽദാർ ഓഫീസർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ആ അസൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പമ്പാവാലി, ഏഞ്ചൽ വാലിയിലെ പട്ടയത്തിന് ആധികാരികമായ രേഖ ഉണ്ടാക്കി കൊടുത്ത കാലം ഈ കാലമാണ്. വിവിധ ജില്ലകളിലെ കടൽ പുറമ്പോക്ക് പട്ടയങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പമ്പാവാലി, ഏഞ്ചൽ വാലിയിലും കാന്തലോട്ടിലും പുതുപ്പാടിയിലെ നിലമ്പൂർ കാടിലുമൊക്കെ പട്ടയങ്ങൾ വിതരണം ചെയ്തതുപോലെ കേരളത്തിൻ്റെ പട്ടയ വിതരണ രംഗത്ത് അഭിമാനകരവും സന്തോഷകരവുമായ ഒരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിച്ച വർഷങ്ങളാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഒരു നവകേരളത്തിലേക്കുള്ള യാത്രയിലാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി ബ്രാഹ്മണാലയത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം എത്രയോ നടപടികളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ കേരളം മോഡൽ അവതരിപ്പിച്ചവരാണ് കേരളീയർ. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ആ മുന്നേറ്റങ്ങൾക്കൊപ്പം കേരളത്തിൻ്റെ കുതിപ്പും കേരളത്തിലെ ഭരണകൂടങ്ങളുടെ ശരിയായ വിധത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. നാളെ ഈ കേരളം 24 മണിക്കൂറിനുള്ളിൽ ഈ കേരളം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൂടി കിടക്കുകയാണ്. കേരളത്തിന് 70 വയസ്സ് തികയുന്നു. ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മലബാറും മദ്രാസും തിരുകൊച്ചിയും ഒക്കെയായി വിവിധ പ്രവിശ്യകളിൽ കിടന്നിരുന്ന ലക്ഷക്കണക്കായ മനുഷ്യർ മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരു നാടായി ഈ കേരളം മാറിയതിന് ശേഷം കേരളത്തിൻ്റെ 70 വർഷക്കാലത്ത് അനുഭവത്തിനിടയിൽ വരാൻ പോകുന്ന ഒരു നവംബർ 1 വളരെ അഭിമാനത്തോടെ ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രി എന്ന നിലയിൽ പറയാനാകും. നാളെ ലോകത്തിൻ്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ കേരളത്തിൽ പ്രകാശിച്ചാലും ഏതെല്ലാം തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ ജോലിയെടുത്താലും അതിദരിദ്രമായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്ന പിറന്നാളിന്റെ നിറവിലേക്ക് ഈ കേരളം പോകുന്നുണ്ട്. പാണഞ്ചേരി വില്ലേജിൽ അമ്പലത്ത് വീട്ടിൽ മജീദ് ടോക്കൺ നമ്പർ അടുത്തത്
ചേലക്കര വില്ലേജിൽ ടോക്കൺ നമ്പർ 42, ചേലക്കര വില്ലേജിൽ ടോക്കൺ നമ്പർ 48. ടോക്കൺ നമ്പർ 31, തങ്ങായൂർ വില്ലേജ്. ടോക്കൺ നമ്പർ 38, കടകുറ്റി കാക്കുലിശ്ശേരി വില്ലേജിൽ കൊച്ചവടവ് മുഹായുദ്ദീൻ ജുമാ മസ്ജിദ്. അടുത്തത് സംസ്ഥാന പട്ടയമേളയുടെ ഭാഗമായി മാടക്കത്ര വില്ലേജിൽ പാമ്പുങ്ങൽ ശ്രീധരന്റെ ഭാര്യ ഓമനയ്ക്ക് 3.26 സെന്റ് ഭൂമിക്ക് മിച്ചഭൂമി പട്ടയം റവന്യൂ മന്ത്രി കൈമാറി. ശാരീരിക വിഷമതകൾ മൂലം ടൗൺ ഹാളിലെ വേദിയിലെത്താൻ കഴിയാതിരുന്ന ഓമനയ്ക്ക് കളക്ടറും റവന്യൂ മന്ത്രിയും ചേർന്ന് നേരിട്ടെത്തി പട്ടയം നൽകി. മന്ത്രിയിൽ നിന്ന് നേരിട്ട് പട്ടയം വാങ്ങണമെന്ന ആഗ്രഹം പറഞ്ഞതിനാലാണ് നേരിട്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുൻപ് താമസിക്കുന്ന ഭൂമിക്ക് രേഖയില്ലെന്ന അപേക്ഷയുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ കാണാൻ ഓമന നേരിട്ടെത്തി. അപേക്ഷയിൽ ഭൂരേഖ തഹസിൽദാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ലാൻഡ് ബോർഡ് 2023 മിച്ചഭൂമി പട്ടയ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ച് മിച്ചഭൂമി പട്ടയം അനുവദിച്ചു. വേഗത്തിൽ പട്ടയം അനുവദിച്ച കളക്ടർക്കും ഉദ്യോഗസ്ഥർക്കും ഓമനയും സഹോദരനും സന്തോഷം അറിയിച്ചു. 5.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് തങ്കമണിക്കും കുടുംബത്തിനും പട്ടയം ലഭിച്ചത്. 56 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റവന്യൂ മന്ത്രിയിൽ നിന്ന് പട്ടയം ഏറ്റുവാങ്ങിയത്. നടത്തറ പഞ്ചായത്തിലെ മൂർക്കരിക്കര സ്വദേശി തങ്കമണി ജീവിത പങ്കാളി സുബ്രഹ്മണ്യന്റെയും സന്തോഷത്തിന് അതിരുകളില്ല. നിറഞ്ഞ മനസ്സോടെ മന്ത്രി കെ രാജനെ ആലിംഗനം ചെയ്ത് ഈ അമ്മ നിന്നു. 56 വർഷങ്ങൾക്ക് മുൻപ് നടത്തറ പഞ്ചായത്തിൽ തൃശൂർ താലൂക്കിന് കീഴിൽ കൊഴുക്കുള്ളിയിൽ തങ്കമണിയും സുബ്രഹ്മണ്യനും സ്ഥലം വാങ്ങി. 20 വർഷമായി ഭൂമിക്ക് പട്ടയം ലഭിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. 50 വർഷത്തോളമായി പുറമ്പോക്കിൽ ഉൾപ്പെട്ട പ്രദേശത്ത് 18 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ജനങ്ങളോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന ഭരണാധികാരികളായിരുന്നു ഇന്ദിരാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും ഉമ്മൻചാണ്ടിയുമെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനാചരണവും DCC ഓഫീസിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MP വിൻസൻ, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും മോടി പിടിപ്പിച്ച സ്കൂൾ അങ്കണത്തിന്റെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷയായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പദ്ധതി വിശദീകരണം നടത്തി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത് തുടങ്ങി സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടി സ്റ്റാഫ് പ്രതിനിധി ബെന്നി ഐസക് തുടങ്ങിയവരും സംസാരിച്ചു. 4 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ ഉത്തരവും ചടങ്ങിൽ വെച്ച് മന്ത്രി കൈമാറി. ഞാൻ സ്ഥിരമായി ഇവിടെ സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് ഇനിയും ദീർഘമായ ഒരു പ്രസംഗത്തിന് പോകുന്നില്ല. പക്ഷെ സത്യത്തിൽ ഞാൻ കഴിഞ്ഞ 9.5 വർഷമായി ഈ സ്കൂളിലേക്ക് സ്ഥിരമായി വരുന്ന ഒരാളാണ്. ആഴ്ചയിൽ ഒരു തവണ നേരത്തെ വന്നിരുന്നു, ഇപ്പം മാസത്തിലൊക്കെ ആയി തുടങ്ങി. ഞാൻ ഇതുവരെ വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ വരവിപ്പോഴാണ്. കാരണം വലിയ കെട്ടിടങ്ങളൊക്കെ നാം പണിത് തീർത്തിട്ടും എൻ്റെ 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കേരളത്തിലെ 140 സ്കൂളുകളിൽ ഒന്നാണിതെന്ന് പറഞ്ഞു ഒരു അതിഥിയെ ഒന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത പ്രശ്നം ഈ സ്കൂളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഈ മുറ്റത്ത് നിറഞ്ഞു നിന്നിരുന്ന കല്ലുകളാണ്.
ഇങ്ങോട്ട് വന്നു കയറിയാൽ ഒരു സ്കൂളിൻ്റെ മുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ നിറച്ച് കല്ലുകളായി, വേണമെങ്കിൽ നല്ലൊരു ഗേറ്റ് ഇല്ലാതെ, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നേരത്തെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സുധീറും സന്തോഷും ഫിനോമാഷും ഒക്കെ കൂടി ചേർന്ന് ഇവിടെ ഒരു കവാടം വേണമെന്ന ആശയം വെച്ചപ്പോൾ MLA ഫണ്ട് തന്നെ അതിന് വിനിയോഗിക്കാം എന്ന് പറഞ്ഞ് ചുറ്റുമതിലും MLA ഫണ്ടും കൂടി അന്ന് അനുവദിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ മുറ്റത്തൊന്ന് ടൈൽസ് വിരിക്കാൻ ഒരുപാട് യോഗങ്ങൾ ചേർന്നു. പിന്നെ അവസാനം മുഖ്യമന്ത്രിയുടെ പരിപാടി വരുന്ന സമയത്ത് പ്രത്യേകമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെ നടത്തി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കളിക്കളവുമായി ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ കോൺട്രാക്ടർമാരുടെയും അതിൻ്റെ എഞ്ചിനീയർമാരുടെയും ഒക്കെ സഹായത്തോടെ കോൺഗ്രസ് സേവാദൾ ജില്ലാ കമ്മിറ്റി ഇന്ദിരാഗാന്ധി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ റൗണ്ടിലും ജില്ലാ ആശുപത്രിയിലും പൊതിച്ചോർ വിതരണം UDF തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് PD റപ്പായി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബാബു ജോസഫ് പുത്തനങ്ങാടി, ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആന്റോ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സോണി സക്കറിയ, നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാരോൺ കൊടിയൻ, വനിതാ വിഭാഗം ജില്ലാ കോർഡിനേറ്റർ റീന വർഗീസ്, കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KH ഉസ്മാൻ ഖാൻ, KS ചന്ദ്രാനന്ദൻ എന്നിവർ പങ്കെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ആദ്യ സന്ദർശകരായി വൈലോപ്പിള്ളി സ്കൂളിലെ VHSC വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും എത്തി. സ്കൂൾ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ 9 അധ്യാപകരും 2 PTA അംഗങ്ങളും വിദ്യാർത്ഥികളും സന്ദർശനത്തിനെത്തി. അധ്യാപകരായ സതീഷ്, സുനിൽ, ബിനി, സ്മിത, പ്രിയ മേനോൻ, മായ, സ്മിത ചീരൻ, ജിത, PTA പ്രതിനിധികളായ സുരേഷ് കുന്നപ്പള്ളി, തുഷാര എന്നിവർ പങ്കെടുത്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അജേഷ്, മുൻ ഓഫീസർ രാജൻ എന്നിവർ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാർഗനിർദ്ദേശം നൽകി. സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന ശേഷം ആദ്യ സംഘമാണിത്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി CLCയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഊട്ടുതിരുനാൾ ഈ വർഷവും മനോഹരം. ജപമാല റാലിയോടുകൂടി തിരുക്കർമ്മങ്ങൾക്ക് ആബ കരിസ്മാറ്റിക് റിന്യൂവൽ സെന്റർ ഡയറക്ടർ ഫാദർ റോയ് വേളക്കൊമ്പിൽ മുഖ്യ കാർമ്മികനായി. വിശാഖപട്ടണം എവുപ്രാസ്യ മിഷൻ കോർഡിനേറ്റർ ഫാദർ ജോഫി ചെറിയത്ത്, ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുക്കര, CLC ഭാരവാഹികൾ, ഇടവക കൈക്കാരന്മാരായ ജോൺ തോമസ്, ജോർജ് ദേവസിക്കുട്ടി, ഷെൽബി, ഡിക്സൺ ഡേവിസ്, PRO ജെൻസൺ ജോസ് കാക്കശ്ശേരി, പള്ളി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. കാവുകളും തറകളും സംരക്ഷിക്കാനും പൈതൃക പാരമ്പര്യ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താനും വിസ്മയ കാഴ്ചയൊരുക്കി 17ാമത് കാവൂട്ടുത്സവം 23-ന് ആട്ടൂരിൽ. രാവിലെ 11-ന് ആട്ടൂർ അങ്കണവാടി പരിസരത്ത് നിന്ന് വിളംബര യാത്ര ആരംഭിച്ച് തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്ര സന്നിധിയിലെത്തും. 30 വരെ നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ പരിപാടികളുണ്ട്. അവസാന ദിവസം തൃശൂർ ട്രിനിറ്റി ആശുപത്രി കോൺഫറൻസ് ഹാളിൽ LKG, UKG, LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ചിത്രരചനാ മത്സരം, സൗജന്യ നേത്രരോഗ പരിശോധനയും തിമിര നിർണയ ക്യാമ്പുമുണ്ട്. നാടൻ കലാമേളയിൽ തെയ്യം, തിറ, പൂതൻ, കാളവേല, മൂക്കാം ചാത്തൻ, കരിങ്കാളി, വേലകളി തുടങ്ങിയ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെത്തും. റവന്യൂ മന്ത്രി K. രാജൻ പൈതൃക സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. K. രാധാകൃഷ്ണൻ MP ആണ് മുഖ്യാതിഥി. പ്രോഗ്രാം ചെയർമാൻ ബിജു ആട്ടോർ, രക്ഷാധികാരി KN കുട്ടി, ജനറൽ കൺവീനർ PK ജയരാജൻ, PV സുബ്രഹ്മണ്യൻ, സുബീഷ് കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. കർഷക മോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുൻപിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം. കർഷക മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷനായി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കർഷക സമൂഹം ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. മോഹന വാഗ്ദാനം നൽകി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. BJP ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. കർഷകരുടെ ഒപ്പം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഉണ്ടാകും. കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് കടവിൽ, സുശാന്ത് ഐനിക്കുന്നത്ത്, ഷൈജൻ നമ്പനത്ത്, ലിജീഷ് മാടക്കത്തറ, കൃഷ്ണകുമാർ എന്നിവരും പ്രസംഗിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ SC വിഭാഗത്തിൽ 40 വിദ്യാർത്ഥികൾക്കും ST വിഭാഗത്തിൽ 3 വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പുകൾ നൽകി. സർക്കാർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഡിഗ്രി, ഡിപ്ലോമ, ITI കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 18 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് സെക്രട്ടറി TB സജിത, അസിസ്റ്റന്റ് സെക്രട്ടറി സനിൽകുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിബി വർഗീസ്, മെമ്പർമാരായ സനൂപ്, ജോസഫ് പടമാടൻ, ബിന്ദു സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു.
കുട്ടികളുടെ ലാപ്ടോപ്പ് അവരുടെ ഉന്നത പഠനത്തിന് വേണ്ടി സഹായകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലാപ്ടോപ്പ് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നൊക്കെ ഒരു കുട്ടിക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അവരുടെ പഠന സൗകര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതികളൊക്കെ വെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അവർക്ക് സ്കോളർഷിപ്പ് നമുക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അതായത് +2 കഴിഞ്ഞ് പിന്നത്തെ കോഴ്സിന് ഡിഗ്രി മുതൽ അല്ലെങ്കിൽ ITA അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികൾക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്കിവിടെ അപേക്ഷ വന്നതിൽ കുറേ +2 പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതിന് മാനദണ്ഡ പ്രകാരം നമുക്ക് അവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അർഹതപ്പെട്ട കുട്ടികൾക്കും കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് നീക്കി വെച്ചിട്ടുള്ളത്. 18 ലക്ഷം രൂപ നമ്മുടെ ലാപ്ടോപ്പ് കൊടുക്കുന്നതിനും 15 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഇനത്തിലേക്കുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 40 ലാപ്ടോപ്പുകൾ കൊടുക്കാനാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. മുഴുവൻ കുട്ടികളും നമ്മുടെ അതിലേക്ക് സജ്ജീകരിക്കുന്നുണ്ട്. ST വിഭാഗത്തിലെ കുട്ടികളും ഇതിൽ ഒരാൾ, അതുപോലെ ST വിഭാഗം നമ്മുടെ പഞ്ചായത്തിൽ 2-3 ST ഉന്നതികളുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്നാൽ SC വിഭാഗത്തിലെ കുട്ടികൾക്കാണ് കുറച്ചുകൂടി കൊടുക്കാനുണ്ടായിരുന്നത്. ആ കൊടുക്കാത്ത ആളുകളെ കണ്ടെത്തി നമ്മൾ എല്ലാ വാർഡുകളിലും പരിശോധന നടത്തിയിട്ടാണ് നമുക്ക് ഇത്രയും കുട്ടികളെ കിട്ടിയിട്ടുള്ളത്. ഗ്രാമസഭ ലിസ്റ്റ് പ്രകാരം വന്ന കുട്ടികൾ. പഠനം എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടം. തൃശൂർ ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രലിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ കൊടിയേറ്റം വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര നിർവഹിച്ചു. കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ ജോസ് വല്ലൂരാൻ, സഹവികാരി പ്രിജോ വടക്കേത്തല, ജീസ്മോൻ ചെമ്മണ്ണൂർ എന്നിവരുമുണ്ടായിരുന്നു. നവംബർ 6 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ. തൃശൂർ അതിരൂപത സഹായമെത്രാൻ അഭിവന്യ മർട്ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്ക് കത്തീഡ്രൽ അങ്കണത്തിൽ പ്രത്യേക പന്തലിൽ സമർപ്പിക്കും. പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ കിരീട മഹോത്സവം ബസലിക്കയിൽ നിന്ന് വാദ്യമേളങ്ങളോടെ ആരംഭിച്ച് ലൂർദ് കത്തീഡ്രലിലേക്ക് എത്തും. മരിച്ചവർക്ക് വേണ്ടിയുള്ള പാട്ടുകുർബാന നവംബർ 10-ാം തീയതി വൈകിട്ട് തണ്ടർ ബീറ്റ്സ് മ്യൂസിക് ബാൻഡ്, ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് വിതരണവും വർണ്ണമഴയും ഉണ്ടായിരിക്കും. തൃശൂർ കോർപ്പറേഷൻ 2021 മുതൽ 26 വരെ പട്ടികജാതി ക്ഷേമത്തിന് അനുവദിച്ച 59,07,23,425 രൂപയിൽ നിന്ന് 25 കോടി രൂപ ചിലവഴിച്ചില്ലെന്ന് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജ്മോൻ വട്ടേക്കാടിന്റെ ആരോപണം. പട്ടികജാതി ഫണ്ട് ചിലവഴിക്കാതിരുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. പട്ടികജാതി കമ്മീഷൻ അന്വേഷണം നടത്താൻ ദേശീയ പട്ടികജാതി കമ്മീഷന് പരാതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ശരത് മൂത്തേടത്ത്, വിജയൻ മേപ്രത്ത് എന്നിവരും പങ്കെടുത്തു. ഫീസ് വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികളുടെ തലയിൽ ബാധ്യതകൾ കെട്ടിവെക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും ഫീസ് വർധനവ് ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ABVP ജില്ലാ കമ്മിറ്റി മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് മുൻപിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറിമാരായ അക്ഷയ്, അശ്വതി, സെക്രട്ടറി യദു കൃഷ്ണൻ, സമിതി അംഗം അരുൺ എന്നിവരും സംസാരിച്ചു. ഈ ഭാരതം മുഴുവൻ അതിന്റെ അലയോടികൾ നിറയുന്ന സമയത്ത് ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ ഒരു സർവകലാശാലയിലെ അഴിമതിക്കെതിരെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP നീതിക്ക് വേണ്ടിയുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളം ഇന്ന് എല്ലാ തരത്തിലും ആ ദൈവത്തിന്റെ നാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണ് കണ്ണീരിൽ കുതിർന്ന് കണ്ണീരിന്റെ ഗന്ധമുള്ള മണ്ണായി കേരളത്തിന്റെ മണ്ണ് മാറിയിരിക്കുന്നു എന്നത് കഴിഞ്ഞ 9 വർഷക്കാലഘട്ടത്തിലെ ഇടതുപക്ഷത്തിന്റെ ആ ഭരണങ്ങൾ കൊണ്ട് കേരളത്തിലെ എല്ലാ സകലമാന മേഖലയിലും അധപ്പതിച്ചുകൊണ്ട് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പൊതുസമൂഹത്തെയും എല്ലാം അപ്പാടെ ഇല്ലായ്മ ചെയ്യുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആശയപ്രകാരം
ഈ കേരളത്തിലെ ഭരണം ഏറ്റെടുത്തത് കേരളത്തിലെ എല്ലാ കാര്യവും ശരിയാക്കിക്കൊള്ളാം എന്നുള്ള ഉറച്ച വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. സ്വർഗീയ പൗരത്വം നേടുക എന്നതാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ പ്രാധാന്യമർഹിക്കുന്നത്. മനുഷ്യൻ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും. മരണം മനുഷ്യന്റെ ഭൗമിക തീർത്ഥാടനത്തിന്റെ അവസാനമാണ്. തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയൻ കാർമ്മികനായി. വിശാഖപട്ടണം എവുപ്രാസ്യ മിഷൻ കോർഡിനേറ്റർ ഫാദർ ജോഫി ചിറയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര എന്നിവർ സഹകാർമ്മികരായി. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ 8ാം ഇടം വൻ ജനാവലിയോടെ നടന്നു. മരത്താക്കര അമലോത്ഭവ ദേവാലയം വികാരി ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനായിരുന്നു. സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ അനിൽ കോങ്കോത്ത് സന്ദേശം നൽകി പള്ളി ചുറ്റി പ്രദക്ഷിണം നടന്നു. നേർച്ച ഭക്ഷണ വിതരണം ഉച്ചയ്ക്ക് 2 മണിവരെ നടന്നു. വൈകിട്ട് തൃശൂർ കലാസദന്റെ ഗാനമേള നടന്നു. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ എഡ്വിൻ ഐനിക്കൽ, തേജസ് കുന്നപ്പിള്ളിൽ, കൈക്കാരന്മാരായ ഷോണി അക്കര, ജോഫി ചിറമൽ, വോളണ്ടിയർ ക്യാപ്റ്റൻ ജോബി ചെറുവത്തൂർ, PRO ജസ്റ്റിൻ പേരൂട്ടി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ വെസ്റ്റ് ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ 6 വരെ. പറപ്പൂർ സെന്റ് ജോൺ സ്കൂളിലാണ് AEO PK ബിജു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. 6000-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. 120-ലധികം സ്കൂളിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ശ്രീകല കുഞ്ഞുണ്ണി, AV ജോണി, KK പ്രദീപ്, M ദിവ്യ എന്നിവർ പങ്കെടുത്തു. കോങ്കോത്ത് പുത്തൻമഠത്തിൽ ഗീത അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തൃശൂർ കേരളവർമ്മ കോളേജ് മുൻ ഉദ്യോഗസ്ഥയാണ്. പരേതനായ പുഴങ്കര ഗോവിന്ദൻകുട്ടിയാണ് ഭർത്താവ്. സംഗീത, സംപ്രീത എന്നിവർ മക്കളാണ്. സുരേഷ് കുമാർ, ഗിരീഷ് എന്നിവരാണ് മരുമക്കൾ. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുന്നിൽ. അയ്യോ ചേട്ടൻ വാർത്തകൾ തുടരുന്നു. മണ്ണുത്തി ഹൈവേയിൽ 75 ലക്ഷം രൂപ കവർച്ച ചെയ്ത പ്രതികൾ പോലീസ് പിടിയിൽ. മണ്ണുത്തി ഹൈവേയിൽ എടപ്പാൾ സ്വദേശി വ്യാപാരിയുടെ 75 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളായ എറണാകുളം സ്വദേശി അബ്ദുൾ ഹക്കീം, സാബു, കളമശ്ശേരി സ്വദേശി നിയാസ്, അങ്കമാലി സ്വദേശി ശ്യാം ആന്റണി, കോട്ടയം സ്വദേശി രാഹുൽ എന്നിവരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സാഗോഗ് ഡാൻസ് സ്റ്റാഫ് സ്ക്വാഡ് അംഗങ്ങളും മണ്ണുത്തി പോലീസും ചേർന്നാണ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ ട്രാവൽസ് നടത്തിയ എടപ്പാൾ സ്വദേശി വാഹനം വിട്ട് കിട്ടിയ 75 ലക്ഷം രൂപയുമായി സ്വന്തം ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് മണ്ണുത്തിയിൽ വന്നിറങ്ങി എടപ്പാളിലേക്ക് പോകാൻ കാറ് വെയിറ്റ് ചെയ്യുന്നതിനിടയിലാണ് പണം അപഹരിച്ചത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ വാഹനമാണ് കൃത്യത്തിന് ഉപയോഗിച്ചത്. പരാതിക്കാരൻ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു.
തൃശൂർ സിറ്റി പോലീസ് ജില്ലാ ആനുവൽ അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി ഉദ്ഘാടനവും ദീപശിഖ പ്രയാണവും തൃശൂർ സിറ്റി പോലീസ് ജില്ലാ സായുധ സേന ബറ്റാലിയനിൽ നടന്നു. തൃശൂർ ജില്ലാ ജഡ്ജ് പി സയ്യിദലവി ദീപസ്തംഭം പ്രകാശിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ, പോലീസ് കമ്മീഷണർമാർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, കായിക താരങ്ങൾ എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചു. കായികമേളയിൽ ഗെയിംസിലും അത്ലറ്റിക്സിലുമായി 500ഓളം പേർ മാറ്റുരയ്ക്കുന്നു. തൃശൂർ റൂറൽ പോലീസിന് 68 ലക്ഷം രൂപ വില വരുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ഫോറൻസിക് വാഹനം ലഭിച്ചു. ഫിംഗർ പ്രിന്റ് വിദഗ്ധർക്കും സയന്റിഫിക് ഓഫീസർമാർക്കും കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ സമയബന്ധിതമായ തെളിവുകൾ ശേഖരിക്കാനും ഈ സൗകര്യങ്ങൾ ഉപകാരപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനതല പട്ടയ വിതരണം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജനങ്ങളോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന ഭരണാധികാരികളായിരുന്നു ഇന്ദിരാഗാന്ധിയും വല്ലഭായ് പട്ടേലും ഉമ്മൻചാണ്ടിയും എന്ന് തേറുമിൽ രാമകൃഷ്ണൻ. പുത്തൂർ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയായ ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.